കോഴിക്കോട് രാമനാട്ടുകരയിൽ 15-കാരിയായ ബംഗാൾ സ്വദേശിനി കൂട്ടബലാത്സംഗത്തിന് ഇരയായതായി പരാതി. ഈ മാസം 19-ന് കാണാതായ പെൺകുട്ടിയെ പിറ്റേ ദിവസം കണ്ടെത്തിയത് പരിക്കേറ്റ നിലയിലായിരുന്നു. സംഭവം അന്വേഷിക്കാൻ ബംഗാൾ പോലീസ് കോഴിക്കോടെത്തി തനിക്ക് ലഹരി നൽകിയതായും പെൺകുട്ടി പോലീസിന് മൊഴി നൽകി. പ്രതികൾക്കായി തെരച്ചിൽ ഊർജിതമാക്കിയതായി പോലീസ് അറിയിച്ചു. അനഘഹർഷൻ തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. കോഴിക്കോട് രാമനാട്ടുകരയിലാണ് പശ്ചിമബംഗാൾ സ്വദേശിയായിട്ടുള്ള 15 വയസ്സുകാരി കൂട്ടബലാത്സംഗത്തിന് ഇരയായത്. ഈ കഴിഞ്ഞ ദിവസം, അതായത് 19-ാം തീയതിയാണ് ഈ സംഭവം നടക്കുന്നത്. 19-ാം തീയതി ഈ പെൺകുട്ടിയെ കാണാനില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഈ പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പോലീസ് സ്റ്റേഷനിൽ പരാതി നൽകുന്നു. അതിനുശേഷം പിന്നീട് തൊട്ടടുത്ത ദിവസം 20-ാം തീയതി ഉച്ചയോടെ 4-അംഗ സംഘം അടങ്ങുന്ന 4 പേർ ഈ പെൺകുട്ടിയുടെ വീട്ടിലേക്ക് എത്തുകയും ഈ പെൺകുട്ടിയെ വീടിനോട് ചേർന്ന പരിസരത്ത് ഇറക്കി വിടുകയുമാണ് ചെയ്തിരുന്നത്. ഈ പെൺകുട്ടിയുടെ മാസകലം മുറിവ് പറ്റിയിട്ടുണ്ട്, കൈത്തണ്ടയിൽ മുറിവുണ്ട്. ആ രീതിയിലുള്ള അതിക്രൂരമായിട്ടുള്ള പീഡനമാണ് വെറും 15 വയസ്സ് മാത്രം പ്രായമുള്ള ആ പെൺകുട്ടിക്ക് ഏറ്റുവാങ്ങേണ്ടി വന്നിട്ടുള്ളത്. ഏറ്റവും സങ്കടകരമെന്ന് പറയുന്നത് പെൺകുട്ടിയുടെ സ്തനത്തിലടക്കം മുറിവുണ്ട് എന്നാണ് ഈ ഡോക്ടർ അടക്കം പറയുന്നത്. പക്ഷേ പെൺകുട്ടിയുടെ നില ഗുരുതരമല്ല. ഇത്തരത്തിൽ ശരീരത്തിൽ നിരവധി മുറിവുകൾ ഉണ്ട് എന്നാണ് ഡോക്ടർ പറയുന്നത്. മാത്രമല്ല, തന്നെ ലഹരി നൽകി പീഡിപ്പിക്കുകയായിരുന്നു, അവർ 4 പേരടങ്ങുന്ന ഒരു സംഘമായിരുന്നു എന്നതടക്കമുള്ള കാര്യങ്ങൾ കൃത്യമായി പെൺകുട്ടി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട്. ഈ സംഭവം നടന്ന ദിവസത്തെ CCTV ദൃശ്യം അന്വേഷണ സംഘം പരിശോധിച്ചിട്ടുണ്ട്. ഈ CCTVയിൽ നിന്ന് കൃത്യമായി തന്നെ ആരാണ് ഇതിന് പിന്നിൽ പ്രവർത്തിച്ചത്, ആരാണ് ഈ നിഷ്ഠൂര കൃത്യം ചെയ്തിരിക്കുന്നത് എന്നതിനെ കുറിച്ചൊക്കെ തന്നെ കൃത്യമായൊരു വിവരം അന്വേഷണ സംഘത്തിന് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ഈ സമയമായിട്ട് പോലും ഇത്തരത്തിൽ പെൺകുട്ടിയുടെ ഈ ക്രൂര കൃത്യം ചെയ്തവരെ പിടികൂടാൻ അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതോടെയാണ് പശ്ചിമ ബംഗാളിൽ നിന്ന് പോലീസ് നേരിട്ട് തന്നെ കേരള പോലീസിനെ സഹായിക്കാനായി ഇവിടെ എത്തിയിരിക്കുന്നത്. ഇന്ന് വൈകുന്നേരത്തോടു കൂടിയായിരുന്നു ഈ പോലീസ് സംഘം ഇവിടെ എത്തിയിരിക്കുന്നത്. ഈ പശ്ചിമ ബംഗാളിലെ പോലീസ് സംഘവും കൂടി ഈ അന്വേഷണത്തിൽ കേരള പോലീസിനൊപ്പം ഉണ്ടാകുമെന്നാണ് അറിയാൻ സാധിച്ചിരിക്കുന്നത്. എന്തായാലും ഏറ്റവും അതിക്രൂരമായിട്ടുള്ള ഒരു സംഭവമാണ് ഇന്ന് കഴിഞ്ഞ ദിവസം നടന്നിരിക്കുന്നത്. പെൺകുട്ടിക്ക് വലിയ രീതിയിൽ ശരീരത്തിൽ മുറിവുകളുണ്ട്. മാത്രമല്ല, ഈ പെൺകുട്ടിയുടെ കുടുംബം ഉന്നയിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണം എന്ന് പറയുന്നത് ഈ 19-ാം തീയതി കുട്ടിയെ കാണാനില്ലെന്ന് പറഞ്ഞുകൊണ്ട് പോലീസിൽ ഒരു പരാതി നൽകിയിരുന്നു. പക്ഷേ ഈ പരാതിക്ക് മേൽ പോലീസ് കൃത്യമായ ഒരു അന്വേഷണം നടത്തിയില്ല എന്ന പരാതിയാണ് കുട്ടിയുടെ കുടുംബത്തിന് പറയാനുള്ളത്. എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ പ്രതികൾക്കായി പോലീസ് അന്വേഷണം ഊർജിതമാക്കിയിട്ടുണ്ട്.